ഭർത്താവ് ഭാര്യയെ ക്രൂരമായിട്ട് കൊല ചെയ്യുക. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ പതിവായിട്ട് പല കേസുകളിലും കണ്ടുവരുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ പീസായിട്ട് മുറിച്ചു കൊല്ലുക. പക്ഷേ ഇവിടെ സംഭവിച്ച ഈ കാര്യം എന്ന് പറയുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ്. ഞെട്ടിപ്പിച്ച, അതായത് മലയാളിയെ മൊത്തം, ആഗോള മലയാളിയെ മുഴുവൻ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. നടന്നത് അങ്ങ് US-ലാണ്. ഒന്ന് ഓർത്തെടുക്കാമോ? അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, പഠനമൊക്കെ കഴിഞ്ഞ്, നേഴ്സിംഗ് ആണ് പഠിച്ചത്. പഠനമൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് തന്നെ ഒരു ജില്ലയിൽ നിന്ന് നമുക്കൊരു വിവാഹാലോചന വരുന്നു. വരൻ UK-ലാണ് ജോലി ചെയ്യുന്നത്. ഫിലിപ്പ് മാത്യു എന്നാണ് പേര്. അപ്പോൾ ഈ വിവാഹാലോചന വരുന്നു. നേഴ്സിംഗ് ആണ് ഈ പെൺകുട്ടി പഠിച്ചത്. മെറിൻ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഈ നേഴ്സിംഗ് പഠിച്ച പെൺകുട്ടികളിലെ പ്രത്യേകിച്ച് വിദേശ രാജ്യത്തുള്ള ജോലി ചെയ്യുന്ന ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ജോലി തേടി വളരെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ നേഴ്സൊക്കെ ആയാൽ ഈ ആരോഗ്യ മേഖലയിൽ എളുപ്പം ജോലി കിട്ടാൻ വിദേശ രാജ്യങ്ങളിൽ അത്തരം പഠനങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ്. ഈ പെൺകുട്ടി വിവാഹിതയായതിനു ശേഷം ഈ ഭർത്താവിനോടൊപ്പം UK-യിലേക്ക് പോകുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം അറിയുന്നു ഭർത്താവ് ഭാര്യയെ 17 തവണ കുത്തി കൊലപ്പെടുത്തി എന്നുള്ളത്. 17 തവണ സന്തോഷകരമായ കുടുംബജീവിതം, നാട്ടുകാർക്ക് മുന്നിൽ മാതൃകാ ദമ്പതികളായി കഴിഞ്ഞ ഭാര്യയും ഭർത്താവും. വലിയ പ്രായങ്ങളൊന്നുമില്ല ഭാര്യയ്ക്കും ഭർത്താവിനും. രണ്ടുപേരും കാണാൻ അതിസുന്ദരരാണ്, വിദ്യാഭ്യാസം അതിസുന്ദരിയാണ്. എന്നിട്ടും എന്തിനാണ് ഈ 17 കുത്തുകുത്തി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ഭാര്യയെ? ഈ സംഭവം നടക്കുന്നത് 2020 ജൂലൈ 28 കേരളത്തിലാണോ? അല്ല, UK-യിലാണ്. US-ൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പെൺകുട്ടിയുടെ പേര് മെറിൻ എന്നായിരുന്നു. അതായത് ഈ ഒരു കമ്പിന് മുകളിലൂടെ എന്ന പോലെ മെറിന്റെ ദേഹത്തു കൂടി നെവിൻ എന്ന് പറയുന്ന ഭർത്താവ് കാർ ഇടിച്ച് കയറ്റുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവര് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ മയാമിയിലെ കോറൽ സ്പ്രിങ്സിലുള്ള ബ്രോവർഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ, അവിടുത്തെ നേഴ്സായിരുന്നു ഈ മെറിൻ എന്ന് പറയുന്നത്. ഇത് മലയാളികളെ ഒന്നടങ്കം നടുക്കി. കാരണം 27 വയസ്സുള്ള നേഴ്സാണ് മെറിൻ ജോയ്. ഒരു സഹപ്രവർത്തക ആ കൊലപാതകത്തിന്റെ ദൃശ്യം ഓർത്തെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: മരണക്കിടക്കയിലും തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രമായിരുന്നു മെറിൻ്റെ ആകുലത അത്രയും. മരണക്കിടക്കയിൽ വേദന കൊണ്ട് പുളയുമ്പോഴും മെറിൻ ആവർത്തിച്ച് പറഞ്ഞത് എനിക്കൊരു കുഞ്ഞുണ്ട് എന്നായിരുന്നു. ആ കുഞ്ഞിനെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട് മെറിനെ കുത്തി വീഴ്ത്തി ദേഹത്തുകൂടി വാഹനം ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തിയ ഭർത്താവ് ചങ്ങനാശ്ശേരി സ്വദേശി ഫിലിപ്പ് മാത്യു എന്ന നെവിൻ, 37 വയസ്സുള്ള നെവിൻ, US കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. മെറിന്റെ ദാരുണ അന്ത്യത്തിന് ശേഷം 3 വർഷവും 3 മാസവും പിന്നിടുമ്പോഴാണ് ആ നിഷ്ഠൂര കൃത്യത്തിന്റെ പേരിൽ ഈ നെവിൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നത്. പരോളില്ലാത്ത ജീവപര്യന്തം ശിക്ഷ ലഭിച്ചതോടെ നെവിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല എന്നാണ് US മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. കേസ് വിസ്താര സമയത്തും കുറ്റം സമ്മതിച്ചതിനാൽ വധശിക്ഷയിൽ നിന്ന് നെവിനെ ഒഴിവാക്കി. മോനിപ്പള്ളി ഊരാളിൽ വീട്ടിൽ താമസിക്കുന്ന പിറവം മരങ്ങാട്ടിൽ ജോയി മേഴ്സി ദമ്പതികളുടെ മകളാണ് മെറിൻ ജോയ്. നെവിൻ മെറിൻ ദമ്പതികളുടെ മകൾ ഇപ്പോൾ മേഴ്സിക്കും ജോയിക്കും ഒപ്പമാണ്. അതായത് അന്ന് ആ കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്, 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ അമ്മ മരിക്കുമ്പോൾ എന്നുള്ളതാണ്. ഇപ്പോ ഗാർഹിക പീഡനത്തെ തുടർന്ന്, അതായത് ഈ നേരത്തെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഈ മെറിൻ പരാതി നൽകിയിട്ടുണ്ട് പോലീസിന് ഒരുപാട് തവണ. ഇവര് നാട്ടിൽ വന്ന് മടങ്ങിപ്പോയതാണ്. അതായത് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് 2019 വരികയും അവിടെ വീട്ടിൽ നിന്ന് ഈ ഫിലിപ്പ് തൻ്റെ വീട്ടിൽ നിന്ന് ഈ മെറിൻ്റെ മുഖത്തേക്ക് അടിക്കുക, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇയാൾ ചെയ്തു. ആ ഒരു ഘട്ടമായപ്പോഴാണ് ഈ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് ഈ മെറിൻ കോടതിയിലേക്ക് പോവുകയും പിന്നീട് ഇവർ പിരിഞ്ഞു താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് ഒരുമിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നവരാണ്. പിന്നീട് അവിടുന്ന് തിരിച്ചു പോയത് മെറിൻ, പിന്നീടും ഭർത്താവ് ആദ്യം പോയി. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ളൊരു പിരിയൽ. അതായത് ഗാർഹിക പീഡനമാണ് ഇതിന് പിന്നിൽ. നിരന്തരമായിട്ട് 2018
പോലീസിൽ ഈ ഫിലിപ്പിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. തന്നെ ഗാർഹികമായിട്ട് പല രീതിയിൽ പീഡിപ്പിക്കുന്നു ഈ ഫിലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഗൗതം, ഇതിൻ്റെ ഒരു സംഭവം പറയുന്നത്, ആശുപത്രിയിലെ ജോലി കഴിഞ്ഞ് മെറിൻ പുറത്തിറങ്ങുന്നതിനായി നെവിൻ 3/4 മണിക്കൂർ കാത്തുനിന്നു. മെറിൻ നേഴ്സായി ജോലി ചെയ്യുന്ന ബ്രവാർഡ് ആശുപത്രിയിലെ അധികൃതർ കോറൽ സ്പ്രിങ്സ് പോലീസിന് നൽകിയ ദൃശ്യങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. കൊലപാതകം നടന്ന അന്ന് രാവിലെ 6:45 അമേരിക്കൻ സമയമാണ് നെവിൻ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിലെത്തി. 7:30 ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിക്ക് മെറിൻ കാറിൽ പുറത്തേക്ക് വന്നു. മെറിന്റെ കാറിന് മുന്നിൽ സ്വന്തം കാർ കുറുകെയിട്ട് നെവിൻ തടഞ്ഞു. തുടർന്ന് മെറിനെ കാറിൽ നിന്ന് വലിച്ചിറക്കുന്നതും ഈ പോലീസ് ശേഖരിച്ച ദൃശ്യത്തിലുണ്ട്. മെറിനെ തല്ലുന്നതും പാർക്കിംഗ് സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദേഹത്ത് കയറിയിരുന്ന് ഒന്നിലേറെ തവണ കുത്തുകയായിരുന്നു കത്തികൊണ്ട്. ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ ആക്രമണം കണ്ട് ഓടിയെത്തിയെങ്കിലും കത്തി കാട്ടി നെവിൻ ഇയാളെ ഭീഷണിപ്പെടുത്തി. പാർക്കിങ്ങിലെ കാറുകൾക്ക് പിന്നിലേക്ക് ഓടി മാറിയ ജീവനക്കാരൻ നെവിൻ വന്ന കാറിന്റെ ചിത്രം പകർത്തിയിരുന്നു. ഇതും പിന്നീട് പോലീസിന് കൈമാറിയിരുന്നു. ഈ ചിത്രത്തിൽ നിന്നാണ് ആദ്യം കാറും പിന്നെ ഓടിച്ച നെവിനെയും പോലീസ് തിരിച്ചറിഞ്ഞത്. മെറിന്റെ ദേഹത്തു കൂടി നെവിൻ കാർ ഓടിച്ച് കയറ്റിയതായും ദൃശ്യങ്ങളുണ്ട്. അതായത് ഈ നിരവധി തവണ ഈ പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തുക മാത്രമല്ല, അവന്റെ ആ മനസ്സിലെ ദുഷ്ടത, മനുഷ്യത്വമില്ലായ്മ, ക്രൂരതയൊക്കെ പുറത്തു വന്നത് ഈ പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോഴും ഇവളുടെ ശരീരത്തിലൂടെ കാറ് കയറ്റി ഇറക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു മാനസിക രോഗി എന്നുള്ളതല്ല, അതിനപ്പുറമാണ് ഇവന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ പോകുന്ന സമയത്ത് തന്നെ കുത്തിയതും വണ്ടി കയറ്റിയതും നെവിനാണെന്ന് മെറിൻ മരണമൊഴി നൽകി. ആംബുലൻസിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ദേഹത്തെ ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്തു. 2018-ലും 19 ജൂലൈ 19-നും മെറിൻ നെവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് 10 ദിവസം മുമ്പ് മെറിൻ ഭർത്താവ് നെവിനെതിരെ അമേരിക്കയിലെ താമസ സ്ഥലമായ കോറൽ സ്പ്രിങ്സിലെ പോലീസിന് പരാതി നൽകാൻ ശ്രമിച്ചിരുന്നു. നെവിനിൽ നിന്നുള്ള ഭീഷണിയും ഉപദ്രവങ്ങളും കൂടിയതോടെയാണ് മെറിൻ ജൂലൈ 19-ന് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത്. ജനുവരിയിൽ നാട്ടിൽ വന്ന് മടങ്ങിയ ശേഷം 2 ഇവർ രണ്ടുപേരും താമസം. ഫോണിലൂടെയും മറ്റും ഭീഷണികൾ സഹിക്കാതെ വന്നതോടെ മെറിൻ നെവിന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തതായി സുഹൃത്തുക്കൾ പറയുന്നു. ഇതിനുശേഷവും പേടി തോന്നിയത് കൊണ്ടാകാം പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചത്. എന്തായാലും ഈ മകൾ നോറ ജനിച്ച സമയത്ത് പരിചരണത്തിനായി മെറിന്റെ അമ്മ മേഴ്സി US പോയിരുന്നിരുന്നു. അന്നും നെവിന്റെ പെരുമാറ്റം പലപ്പോഴും വളരെ പരുഷമായിരുന്നു. മെറിന്റെ നേരെ ദേഹോപദ്രവം കൂടിയപ്പോൾ അവിടെ പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് പരിശോധനയിൽ നെവിന്റെ സോക്സിനുള്ളിൽ നിന്ന് കത്തി കണ്ടെത്തി. പിന്നീട് കേസ് ഒത്തുതീർപ്പ് ആക്കിയാണ് ചെയ്തത്. കൊല നടത്താനായി ഇയാൾ 2000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ മെറിൻ ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഗാർഹിക പീഡനം എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഇതിലുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വലിയ തെളിവില്ല. അതായത് പ്രതി മനഃപൂർവ്വം നടത്തിയതാണ്, ആലോചിച്ച് ചെയ്തതാകണം, നേരത്തെ ആസൂത്രണം ചെയ്തതാകണം. ഇതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്.